എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഡേ ടു ഡേ വ്ളോഗാണ്. എനിക്കിന്ന് പ്രോഗ്രാം വരുന്നത് പന്തളത്ത് വെച്ചിട്ടാണ്. ഇവിടെ അങ്കമാലിയിൽ നിന്ന് പന്തളത്തേക്കൊരു 3 hours ജേണി ഉണ്ട്. മെയിൻ ഈ വ്ളോഗ് ചെയ്യാൻ കാരണം ഞാൻ എപ്പോഴും ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നൊരു റൂട്ടാണ് ഇത്. നമ്മൾ പോകുന്ന റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവാറ്റുപുഴ, കോട്ടയം, ചങ്ങനാശ്ശേരി വഴിയാണ് നേരെ പന്തളത്തേക്ക് പോകുന്നത്. എല്ലാ ദിവസവും സ്റ്റോറി ഉണ്ടെങ്കിൽ നല്ലത്. ഒരു ദിവസം ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് കരുതി ചെയ്തൊരു വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റൊക്കെ വന്ന് ഇടാം, പോരായ്മകളൊക്കെ പറയാം. എന്നാലും നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോവാം. ഞാനിപ്പോൾ ഒരു 4:45 ഇപ്പോൾ അങ്കമാലിയിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ മൂവാറ്റുപുഴ, കോട്ടയം, ചങ്ങനാശ്ശേരി വഴിയാണ് പന്തളത്തേക്ക് പോകുന്നത്. എൻ്റെ ഒരു ഡെയിലി റൊട്ടീനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് എന്തായാലും ആഡ് ചെയ്യാം. പ്രോഗ്രാമിന് പോകുമ്പോഴുള്ള റൊട്ടീനും എൻ്റെ ഫുഡ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് എന്തായാലും ആഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ മീങ്കുന്നം പള്ളിയിലാണ്. കാരണം ഏർലി മോർണിംഗ് ആ പള്ളീൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ നല്ല രസമാണ്. പിന്നെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ മൈൻഡെല്ലാം ഭയങ്കര റിലാക്സ്ഡ് ആവും. ഈ പള്ളീൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സൺറൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. ബട്ട് ഇന്ന് ടൈമില്ല, കാരണം 9 മണിക്ക് നമുക്ക് പന്തളത്ത് സൗണ്ട് ചെക്ക് ഉള്ളതാണ്. സമയം ഒട്ടും കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ എൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പിലെത്തി. ദി മെയിൻ സ്റ്റോപ്പ് ശരവണഭവൻ. ഞാൻ തിരുവല്ല, ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ കൂടുതലും എവിടേക്ക് പോവുകയാണെങ്കിലും കൂടുതലും ശരവണഭവൻ എന്നാണ് ഫുഡ് കഴിക്കുക. ഞാൻ എപ്പോൾ പ്രോഗ്രാമിന് ഇറങ്ങിക്കഴിഞ്ഞാലും ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും മിസ് ചെയ്യാറില്ല. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ട് കഴിക്കും. ഇനി അവിടെ നമുക്ക് തട്ടിത്തറിഞ്ഞ് നിൽക്കാനില്ല, കാരണം ടൈം വേസ്റ്റ് ചെയ്യാനില്ല. 9 മണിയാകുമ്പോൾ നമുക്ക് പന്തളത്ത് സൗണ്ട് ചെക്ക് ഉള്ളതാണ്. പ്രതീക്ഷയിൽ നേരത്തെ തന്നെ നമ്മുടെ ലൊക്കേഷനിലെത്തി. 9 മണിക്ക് എത്തിയാൽ മതിയായിരുന്നു, ബട്ട് ഒരു 8:45 ആയപ്പോഴേക്കും നമ്മൾ ലൊക്കേഷനിലെത്തി. ബട്ട് അവിടെ സൗണ്ടും കാര്യങ്ങളൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് നൈസായിട്ട് അങ്ങോട്ട് ഒരു ഉറക്കം പാസ്സാക്കി. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ പോയി പ്ലഗ് ചെയ്തു. സൗണ്ട് ചെക്ക് ഉണ്ടായിരുന്നു. സൗണ്ട് ചെക്കൊക്കെ ചെയ്ത് ഒന്ന് സെറ്റായപ്പോഴേക്കും നമ്മുടെ ബ്രൈഡും ഗ്രൂമും സ്റ്റേജിലേക്ക് എത്താറായി. അപ്പോൾ പിന്നെ നമ്മുടെ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഇന്നത്തെ പ്രോഗ്രാം കൊയറായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ കുറേ പാട്ടുകൾക്കൊക്കെ ബാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് എൻ്റെ ഒരു സോളോയൊക്കെ ഞാൻ വായിച്ചായിരുന്നു. അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് ആർട്ടിസ്റ്റുകളുടെ കൂടെ നൈസായിട്ടൊരു സെൽഫിയൊക്കെ എടുത്ത് അവരുടെ അടുത്ത് ബൈ പറഞ്ഞ് ഞാൻ മെല്ലെ ഇനി ബാക്ക് ടു അങ്കമാലിയാണ്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിലാണെങ്കിൽ ഓരോരോ നൈസ് സ്പോട്ടൊക്കെ കാണുമ്പോൾ വണ്ടി ഒന്ന് നിർത്തി അവിടെ ഒരു 5 മിനിറ്റ് നിന്നിട്ടൊക്കെയാണ് വരാറ്. കാരണം എന്നാലും നമുക്ക് ആ ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചായ കുടിക്കുക എന്നുള്ളതാണ്. കാരണം പെർഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ടയേർഡായിട്ടുണ്ടാവും. ബട്ട് വൈകിട്ടൊരു നല്ലൊരു ചായ കുടിക്കുമ്പോഴേക്കും എല്ലാം സെറ്റാവും. ഈവനിങ് ഒരു 8 മണി ആയപ്പോഴേക്കും ഞാൻ അങ്കമാലിയിൽ വീട്ടിലെത്തി. ഇന്ന് ഈ വ്ളോഗ് ചെയ്യാൻ കാരണം ഡെയിലി കുറേ സ്റ്റാറ്റസ് ഇട്ട് വെറുപ്പിക്കണതിന് പകരം ഇങ്ങനൊരു വെറൈറ്റി പിടിച്ചു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റൊക്കെ രേഖപ്പെടുത്താം. ഇനിയും വ്ളോഗ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. ബൈ.